Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. 2026 നമ്മുടെ LPSA UPSA വിജ്ഞാപനം വരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികളെ ഒരുപാട് കൺഫ്യൂഷൻ ആക്കിയിട്ടുള്ള കാര്യങ്ങളാണ് റീസെന്റ് വന്നിരിക്കുന്ന കോടതി വിധികളും മറ്റുമല്ല അല്ലേ. ഇപ്പൊ കേറ്റഡ് കാറ്റഗറി 2 തന്നെ UPSA എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണം എന്നുള്ള നിബന്ധനകളാണ് ഇപ്പൊ ഉദ്യോഗാർത്ഥികളെ സത്യം പറഞ്ഞാൽ വലച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം 2019 കേറ്റഡ് നിർബന്ധമായിട്ടുള്ള ആദ്യത്തെ LP UP വിജ്ഞാപനം വന്നിരിക്കുന്നത്. അന്നത്തെ ആ ഒരു കൗണ്ടിൽ നമ്മൾ ഭയങ്കര ഒരു ഡിഫറൻസ് കണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ കൗണ്ടിൽ, അതിനുശേഷം എന്താ പറയുക, പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ കൗണ്ടിലൊക്കെ നമ്മൾ വലിയൊരു വ്യത്യാസമാണ് കണ്ടത്. അതിനുശേഷം 2023 പുതിയ വിജ്ഞാപനം വന്നപ്പം ആ കൗണ്ടിന്റെ ഒരു ഡബിളിന് മേലെയാണ് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് LPയിലും UPയിലും. സോ ഇപ്രാവശ്യം 2026 നമ്മുടെ ഈ ഒരു വിജ്ഞാപനം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ UPSAക്ക് കേറ്റഡ് 2 കാറ്റഗറി നിർബന്ധമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുമോ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം 2019 14 ജില്ലകളിലുമായിട്ട് ഏകദേശം 83,000 ഉദ്യോഗാർത്ഥികളായിരുന്നു UPSAയിൽ ഉണ്ടായിരുന്നത്. 2019 കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പം അതിൽ ഷോർട്ട് ലിസ്റ്റ് ആയ ഉദ്യോഗാർത്ഥികൾ ഓരോ ജില്ലകളിലും എത്ര പേരുണ്ട് മെയിൻ ലിസ്റ്റിൽ, അതിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ 83,675 ഉദ്യോഗാർത്ഥികളാണ് UPSA 2019, അതായത് കേറ്റഡ് നിർബന്ധമാക്കിയ ആദ്യത്തെ പരീക്ഷയിലെ ടോട്ടൽ കാൻഡിഡേറ്റ്സിന്റെ കൗണ്ട്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ 2023 വരുമ്പോൾ അവിടെ ടോട്ടൽ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 1,56,000-ലധികമാണ് UPSA 2023 നടന്ന അല്ലെങ്കിൽ വിജ്ഞാപനം വന്ന സാഹചര്യത്തിലുണ്ടായ കണക്കിൽ പറയുന്നത്. സോ അവിടെ തന്നെ ഗണ്യമായൊരു വർധനവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു 3 വർഷത്തെ ഗ്യാപ്പിനുള്ളിൽ നല്ല രീതിയിലുള്ള വർധനവാണ് കാണാൻ സാധിച്ചത്. കാരണം അവിടെ 6 പരീക്ഷകൾ നടന്നു. കേറ്റഡിന്റെ സ്വാഭാവികമായിട്ടും ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്രാവശ്യം റീസെന്റ് ആണ് നമുക്ക് ഇങ്ങനൊരു വിധി വന്നിട്ടുള്ളത്. എന്താണ്? കേറ്റഡ് കാറ്റഗറി 2 ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, UPSA എഴുതാൻ സാധിക്കുകയുള്ളൂ. സെറ്റ് ഉള്ളത് കൊണ്ടോ കേറ്റഡ് കാറ്റഗറി 3 ഉള്ളത് കൊണ്ടോ എഴുതാൻ പറ്റില്ല. ഇത് എവിടെയാണ് ഈ വിധി വന്നിരിക്കുന്നത്? ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു വിധി വന്നിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി വരാൻ പോകുന്ന LPSA UPSA യോഗ്യതാ മാറ്റത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കേറ്റഡ് നിർബന്ധം അല്ലെങ്കിൽ കേറ്റഡ് കാറ്റഗറി 2-നായിട്ടുള്ള നിർബന്ധം. അപ്പൊ അതിനു മുൻപായിട്ട് സത്യം പറഞ്ഞാൽ എത്ര പരീക്ഷ നടക്കുമെന്ന് ചോദിച്ചാൽ ഒരു പരീക്ഷ ഉറപ്പാണ്. ഈ ഒരു ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് കൺഫേംഡ് ആണ്. അതെന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷ നടക്കും. അതിനുള്ള റിസൾട്ട് ഒരു മെയ്യോട് കൂടിയെങ്കിലും നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കും. ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. സോ ഡെഫിനറ്റ്ലി ഉദ്യോഗാർത്ഥികൾക്ക് ഫേവറബിൾ ആയിട്ടൊരു എക്സാം ആണ് ഈ ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന കേറ്റഡ് എക്സാം എന്ന് പറയുന്നത്. അതിനുശേഷം തീർച്ചയായിട്ടും ഒരു എക്സാം കൂടി നടക്കും. അതിന്റെ റിസൾട്ട് ആണ് നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് വരുന്നത്. ഏതായാലും പ്രതീക്ഷയോട് കൂടി തന്നെ കാത്തിരിക്കാം. പക്ഷെ അപ്പോഴും നമുക്കറിയാം 2019 ഉണ്ടായിരുന്ന ആ ഒരു വ്യത്യാസം 2023 ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം 2019 വരുമെന്ന് പറഞ്ഞെങ്കിലും വിജ്ഞാപനം വന്നപ്പോഴാണ് കേറ്റഡ് നിർബന്ധമാക്കിയ കാര്യം എല്ലാവരിലേക്കും എത്തിയത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം നമുക്ക് മുന്നിൽ അല്ലെങ്കിൽ 2026 വരാൻ പോകുന്ന വിജ്ഞാപനത്തിന് മുൻപായിട്ട് നമുക്ക് കേറ്റഡ് എന്താ പറയാ എക്സാംസ് നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു നിർബന്ധം വന്നു. അതുകൊണ്ട് തന്നെ LPSA UPSAയിൽ ഇങ്ങനെ ഒരു മാറ്റം വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ 2019 അത്രയും വലിയൊരു ഡിപ്പ് നമുക്കവിടെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. എന്നാൽ 1,50,000 മുകളിലേക്ക് കൗണ്ട് പോകുമോ എന്നുള്ളതും ഡൗട്ട്ഫുൾ ആണ്. സോ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേറ്റഡ് കാറ്റഗറി 2 നിർബന്ധമാണ്. നിങ്ങൾക്ക് സെറ്റ് ഉണ്ടാവാം, കേറ്റഡ് കാറ്റഗറി 3 ഉണ്ടാവാം, ഉണ്ടായിക്കോട്ടെ, നല്ല കാര്യമാണ്. നെറ്റ് ഉണ്ടായിക്കോട്ടെ, MPhil ഉണ്ടായിക്കോട്ടെ, MEd ഉണ്ടായിക്കോട്ടെ, ഒക്കെ നല്ല കാര്യമാണ്. ഇതിന്റെ കൂടെ ഒരു കേറ്റഡ് 2 കൂടി നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് ഒരിക്കലും ദോഷകരമാവുന്ന ഒരു കാര്യം അല്ല. സോ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, കേറ്റഡ് കാറ്റഗറി 2 നിങ്ങൾ ക്വാളിഫൈ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും സമയമുണ്ട്. ധൈര്യമായിട്ട് ക്വാളിഫൈ ചെയ്യുക. കാരണം ഏകദേശം പരീക്ഷ നടക്കാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം വെച്ച് നോക്കുവാണെങ്കിൽ പരീക്ഷ നടക്കാനായിട്ട് നമുക്ക് ഈ 30 ദിവസം എടുത്ത് അല്ലെങ്കിൽ 28 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. ഈ 28 ദിവസങ്ങളിൽ ഡെഫിനറ്റ് ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കേറ്റഡ് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് പേര് LPSA UPSA പഠനവുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ഒരു പ്രശ്നവുമില്ല, പഠനം മുന്നോട്ട് തന്നെ പോയിക്കോട്ടെ. അതിനോടൊപ്പം തന്നെ പഠനം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് നമ്മുടെ കേറ്റഡ് എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കേറ്റഡ് കാറ്റഗറി 2 ക്വാളിഫൈഡ് അല്ല, അതിന്റെ കൺഫ്യൂഷൻസിനെ ചൊല്ലിയും അതിന്റെ വിവാദങ്ങളിൽ ചൊല്ലിയും നിങ്ങൾ നിങ്ങളുടെ ടൈം കളയാതെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ച് കേറ്റഡ് കാറ്റഗറി 2 ക്വാളിഫൈ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്,
ഒരുപക്ഷെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കാമെന്ന്. LPSA UPSA പോലൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ മനസ്സിലാക്കുക, ഇനി നമ്മുടെ മുന്നിൽ ഏകദേശം 500 ദിവസത്തിന് താഴെ മാത്രമാണ് ഈ ഒരു പരീക്ഷയ്ക്കായിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി LPSA UPSA നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് എങ്കിൽ മക്കളെ പഠിച്ചു തുടങ്ങുക. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു തസ്തികയാണ്. അതുകൊണ്ട് ഉഷാറായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക. ഏറ്റവും മികച്ച രീതിയിലുള്ള പഠനം മുന്നോട്ട് പോകട്ടെ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ KTET LPSA UPSA പുതിയ ബാച്ച് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആരംഭിച്ചിട്ടുണ്ട്. KTETനെ സംബന്ധിച്ചിടത്തോളം 30 ദിവസത്തെ ടൈം ടേബിളാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ 30 ദിവസത്തിൽ കൃത്യമായിട്ടുള്ള റെക്കോർഡഡ് സെഷൻസും ലൈവ് സെഷൻസും അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിങ്ങളെ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തി നിങ്ങളുടെ പഠനം ആ ഒരു പീക്കിൽ എത്തിച്ചുകൊണ്ട് തന്നെ മോഡൽ എക്സാംസും മോക്ക് എക്സാംസും പേഴ്സണൽ മെന്റർ സപ്പോർട്ടും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന അടിപൊളി KTET കോഴ്സാണ് CCയോടൊപ്പം ഉള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് KTET LP UP, അത് CC തന്നെയാണ് ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ LPSA UPSA 500 ദിവസത്തിന്റെ സ്റ്റഡി പ്ലാനുമായിട്ട് ഉദ്യോഗാർത്ഥികൾ നല്ല ഉഷാറായിട്ട് പഠിച്ചു മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോഴേ പഠിക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് പേര് പഠിച്ചു മുന്നോട്ട് പോകുന്ന ഒരു പരീക്ഷയാണ് LPSA UPSA എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ടും ഉഷാറായിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ ബാച്ചസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 8589083568. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്തുന്നത് ഈ ഫ്രീ ഗ്രൂപ്പുകളിലൂടെ ആയിരിക്കും. ആൻഡ് മോർ ഓവർ പഠിച്ചു തുടങ്ങുക. കോഴ്സിനെ കുറിച്ച് അറിയാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.